ഭൂമിയിലുണ്ടായതിൽ വെച്ച് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ബ്രെയിൻ. ലോകത്തിൻ്റെ ഗതിയും മറ്റു മനുഷ്യരുടെ ചിന്തയും എല്ലാം മാറ്റിമറിച്ച അനേക കണ്ടുപിടുത്തങ്ങൾ നടന്ന ഒരു തലച്ചോറ്. ഇപ്പോൾ ശാസ്ത്രജ്ഞരുടെ ഉറക്കം കെടുത്തിക്കൊണ്ടിരിക്കുന്ന ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്ന പ്രതിഭാസം കണ്ടുപിടിച്ചൊരു തലച്ചോറ്. ഇത്ര ജീനിയസ് ആയിട്ടുള്ളൊരു മൈൻഡിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. കോംപ്ലക്സ് ആയിട്ടുള്ള തിയറീസിനെ മനസ്സിലാക്കാൻ വേണ്ടി അദ്ദേഹം ഉപയോഗിച്ച ഒരു ടൂളായിരുന്നു തോട്ട് എക്സ്പെരിമെൻറ്റ്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ സിനേറിയോ ചിന്തിച്ചിട്ട് ആ സിനേറിയോയിൽ ഫിസിക്കൽ സിനേറിയോ ചിന്തിച്ചിട്ട് ആ സിനേറിയോയിൽ അദ്ദേഹം പോയി നിന്ന് അത് ഫീൽ ചെയ്യുന്നതായിട്ട് പുള്ളി തിങ്ക് ചെയ്യും. 3,00,000 അടുത്ത് മീറ്റർ പെർ സെക്കൻഡിൽ സഞ്ചരിക്കുന്ന ഒരു ബീം ഓഫ് ലൈറ്റിനെ ഒപ്പം സഞ്ചരിക്കുക, അല്ലെങ്കിൽ ഒരു ഉയർന്ന ബിൽഡിങ്ങിൽ നിന്ന് താഴേക്ക് വീഴുന്ന ഒരാളുടെ സങ്കല്പിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ചിന്തകളാണ് അദ്ദേഹത്തെ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിലും അതേപോലെ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിലേക്ക് നയിച്ചത്. അദ്ദേഹത്തിൻ്റെ ഇങ്ങനത്തെ ഈ പ്രോസസ്സിനെ അദ്ദേഹം വിളിച്ചത് കോമ്പിനേറ്ററി പ്ലേ എന്നാണ്. കാരണം അദ്ദേഹം ഈ പ്രോസസ്സിൽ അൺറിലേറ്റഡ് ആയിട്ടുള്ള ഇമേജസ് അല്ലെങ്കിൽ വിഷ്വലൈസേഷൻ, എന്തെങ്കിലും ടൈപ്പ് ഓഫ് ആർട്ട്, ഇതെല്ലാം കമ്പൈൻ ചെയ്തിട്ടാണ് അദ്ദേഹം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ചിരുന്നത്. ഒരു കൊച്ചു കുട്ടിയുടെ ക്യൂരിയോസിറ്റി, ഓരോ കാര്യങ്ങൾ അറിയാനുള്ള ഒരു ആകാംക്ഷ, ആ ഒരു ചിന്ത കാരണം അദ്ദേഹത്തിന് ചെറിയ കാര്യങ്ങൾ, അതായത് ഇപ്പോൾ സാധാരണയായിട്ട് തോന്നുന്ന കാര്യങ്ങളൊക്കെ എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്ന് അറിയാൻ വളരെയുള്ള ഒരു ആകാംക്ഷയുള്ള ഒരാളായിരുന്നു. കാൾ ഷ്വാർസ്ചൈൽഡ് ഒരു സ്പേസ് ടൈമിൽ ഒരു വലിയ മാസമുള്ളൊരു ഒബ്ജക്റ്റ് ഒരു കർവേച്ചർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെന്ന് ഒരു പ്രഡിക്ഷൻ പോലെയാണ് പറഞ്ഞത്. പക്ഷേ ആൽബർട്ട് ഐൻസ്റ്റീൻ അത് ചിന്തിച്ചെടുത്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നദി കൂടെ ഒരു ബോട്ട് പോകുന്നു. ആ ബോട്ട് വരുന്നതിന് മുമ്പിലായിട്ട് ഇതിലൊരു ഒബ്ജക്റ്റ് ഉണ്ട്, മേ ബി ഒരു ലോഗ് ഓഫ് ഫുഡ്. അപ്പോൾ ഈ ബോട്ട് അടുത്ത് വരുന്നതനുസരിച്ചിട്ട് ആ ബോട്ട് വരുന്നതിൻ്റെ ഉണ്ടാക്കുന്ന ഓളം കാരണം ഈ ലോഗ് ഓഫ് ഫുഡ് ഡിസ്റ്റോർട്ടഡ് ആവും, അതിൻ്റെ പാത്തിൽ നിന്ന് അത് മാറിപ്പോകും. ആ ഒരു തോട്ടിൽ കൂടെയാണ് അദ്ദേഹം എങ്ങനെയാണ് ബ്ലാക്ക് ഹോൾസ് വർക്ക് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി. ഒരു ട്രാംബലിൻ്റെ നടുക്ക് നല്ല ഭാരമുള്ളൊരു ഒബ്ജക്റ്റ് വെച്ചു. അത് കഴിഞ്ഞിട്ട് ആ ട്രാംബലിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ബോൾ ഇട്ടു. അപ്പോൾ ബോള് ആ ട്രാംബലിൻ്റെ ഒരറ്റത്തൂടെ കറങ്ങി അവസാനം ഏറ്റവും കൂടുതൽ വെയിറ്റ് ഉള്ളത് അതിൻ്റെ സെൻറ്ററിലേക്ക് പോകും. ആ ഒരു രീതിയിലാണ് നമ്മുടെ സണ്ണിന് ചുറ്റും നമ്മുടെ ഈ പ്ലാനറ്റ്സ് എല്ലാം അലൈൻ ചെയ്യുന്നത്. ടൈം ഡയലേഷൻ പ്രൂവ് ചെയ്തതും ഇതുപോലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു തോട്ടിൽ നിന്നാണ്. അതായത് ഐൻസ്റ്റൈൻ ഒരു ട്രെയിൻ കമ്പാർട്ട്മെൻറ്റിൽ നിൽക്കുന്നു. അപ്പം ലെഫ്റ്റ് സൈഡിൽ നിന്നൊരു ട്രെയിൻ വരുന്ന സമയത്ത് 2 ലൈറ്റ്നിങ് ബോൾസ് ഐൻസ്റ്റൈൻ്റെ ലെഫ്റ്റിനും റൈറ്റിലുമായിട്ട് വരുന്നു. അപ്പോൾ ഐൻസ്റ്റൈൻ്റെ പെർസ്പെക്റ്റീവിൽ ആ 2 ലൈറ്റ്നിങ് ബോൾസും ഒരേ സമയം വന്നു. പറഞ്ഞാൽ 2 ലൈറ്റ്നിങ് ബോൾസും വന്നത് ഒരേ സമയത്താണ്. പക്ഷേ ആ ട്രെയിനിലിരിക്കുന്ന ഒരാൾ നോക്കിക്കഴിഞ്ഞാൽ, ഇടതുവശത്തു നിന്ന് വന്ന ട്രെയിനിൽ നിൽക്കുന്ന ഒരാൾ നോക്കിക്കഴിഞ്ഞാൽ അയാൾ ആദ്യം കാണുന്നത് ആ ലെഫ്റ്റ് സൈഡിൽ വന്ന ആ തണ്ടർബോൾട്ട് ആയിരിക്കും ആദ്യം കാണുന്നത്, പിന്നെ വലതുവശത്ത് വന്നത് കാണത്തുള്ളൂ. ഇതേപോലെ എത്ര തോട്ട് എക്സ്പീരിയൻസ് അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരിക്കും. ഐൻസ്റ്റൈൻ്റെ പ്രസിദ്ധമായിട്ടുള്ള തിയറി ഓഫ് റിലേറ്റിവിറ്റി E=mc², ആ ഒരു വിഷയത്തിലല്ല അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടിയത് എന്നുള്ളത് ഒരു ഫൺ ഫാക്റ്റാണ്. 1921 ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൽ നടത്തിയ ഗവേഷണത്തിനാണ് അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടിയത്. നിങ്ങൾക്ക് ഐൻസ്റ്റൈൻ്റെ തോട്ട് എക്സ്പെരിമെൻസിനെ കുറിച്ച് എന്തെങ്കിലും ഫാക്ട്സ് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഈയിടെ ഞാൻ കണ്ട ഒരു പേപ്പറാണ് വൈറ്റ് ഹോൾസിനെ കുറിച്ച്. അതായത് എന്തൊരു കാര്യത്തിനും 2 വശമുണ്ടെന്ന് പറയത്തില്ല. അതായത് ഇപ്പോൾ ഒരു മാഗ്നറ്റിന് ഒരു പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും ഉണ്ടെന്ന് പറയുന്ന പോലെ ബ്ലാക്ക് ഹോൾസ് മാറ്ററുകളെ, ഒബ്ജക്റ്റുകളെ അതിനകത്തേക്ക് അട്രാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ലൈറ്റിന് പോലും അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് വൈറ്റ് ഹോൾസ് ചെയ്യുന്നത്. വൈറ്റ് ഹോൾസ് എല്ലാത്തിനെ റിപ്പൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ അടുത്തേക്ക് എന്ത് ചെന്ന് കഴിഞ്ഞാലും റിപ്പൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിവേഴ്സ്ഡ് ആയിട്ടുള്ളൊരു ബ്ലാക്ക് ഹോളാണ് ഈ വൈറ്റ് ഹോൾ എന്ന് പറയുന്നത്. സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത് ഒരു ഡിസോർഡറിലായിട്ടുള്ള ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് ഒരിക്കലും തിരിച്ച് വരില്ല എന്നുള്ളതാണ്. അതിൻ്റെ ഒറിജിനൽ സ്റ്റേറ്റിലേക്ക് തിരിച്ചു വരത്തില്ല എന്നുള്ളതാണ്. കാരണം ടെനറ്റ് സിനിമയിൽ നമ്മൾ കാണുന്നത് ഈ ഒരു എൻട്രോപ്പിയെ കുറിച്ചാണ് അവിടെ ഡിസ്കസ് ചെയ്തത്.
പക്ഷേ ഈ വൈറ്റ് ഹോൾസിൻ്റെ കേസ് വരുവാണെങ്കിൽ അത് ഈ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന് എഗെയിൻസ്റ്റ് ആണ്. പിന്നെ ഈ വൈറ്റ് ഹോൾസ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി തിയറട്ടിക്കലാണ്. ഇതുവരെ ഫിസിക്കലി അതിനെ ഡിറ്റക്റ്റ് ചെയ്തിട്ടില്ല. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.